പോണ്ടേ, വെയില് തെളിഞ്ഞു. നീ ഇത് കേക്കണില്ലേ? എന്റെ മോൻ എത്ര നന്നായിട്ടാ വായിക്കണേ. വായന കേട്ടിരുന്നാലേ ഏട്ടരുടെ വണ്ടി ഓ പോകും. ഇന്ന് പട്ടിണിയാവും. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ണില്ലാത്ത നീ എങ്ങനെയാടി ഇത്ര കൃത്യമായിട്ട് സമയം നോക്കണേ? അതിന് കണ്ണെന്തിനാ? വെയില് മേല് വീഴുമ്പോ അറിയില്ലേ സമയം? മോളു, സന്ധ്യക്ക് ബാപ്പു വരുന്നവരെ നന്നായിട്ട് വായിച്ചു പഠിച്ചോളൂ കേട്ടോ. പുറത്തേക്കൊന്നും പോവരുത്. ഈ കുന്നിന്റെ ചോട്ടിലേ കുറുക്കന്മാര് ധാരാളം ഉണ്ടേ, സൂക്ഷിക്കണം കേട്ടോ. പുറത്തേക്കൊന്നും പോവല്ലേ. ബാബു പേടിക്കാണ്ട് പോയിക്കോളൂ, ഇവിടെ ബില്ലേ ചെയ്തൊക്കെ ഇല്ലേ. നീ തിന്നാനുള്ളതൊക്കെ ബില്ലേക്ക് കൊടുത്തിട്ടേ പട്ടിണി ഇരിക്കരുത് കേട്ടോ. ഇല്ല ബാപ്പു. മീനു, വെയിലത്തൊന്നും പോരുത് കേട്ടോ. എന്റെ കുട്ടി വാടി കരിഞ്ഞു പോവും. ഇങ്ങോട്ട് കേറുന്നില്ലടാ. എന്താടാ അവിടെ ഇടപാട്? പൂമ്പാറ്റ. ഒരു ദിവസം ഈ പൂലക്കണ്ണാടി ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഏത് നേരവും കണ്ട പാറ്റായും ചെതലിനെ നോക്കി നടക്കും. ഞാൻ അവസാനിപ്പിച്ചരാ. മറ്റാർക്കും ഇല്ലാത്ത സൗകര്യങ്ങൾ നിനക്ക്. പൂപ്പണ്ടയാണെന്ന് കാണട്ടെ. പോടാ. ആരാത്? ആരാന്നാ ചോദിച്ചേ? എന്താ ബാപ്പു? ആരാ വന്നത്? ആരുമില്ലല്ലോ. ഏയ് ആരോ വന്നു. കാലൊച്ച ഞാൻ കേട്ടല്ലോ. മോളൊന്ന് നോക്കിയേ. ആരാ? അന്യന്മാരാരോ വന്നു ഇവിടെ. എപ്പോ? ഇപ്പോ കാലൊച്ച ഞാൻ കേട്ടു. ഞാൻ ബോധം കിട്ടി ഉറങ്ങിപ്പോയി. നല്ല രാവും മുഴുവൻ ഉറങ്ങില്ലല്ലോ. ഇനി നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. പേടിക്കണം. കുട്ടി വലുതായേ. ആര് വന്നു ഈ ബാപ്പു പറയണേ? മീനു, മീനു, ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുമില്ല. ബാപ്പുന് തോന്നിയതാ. തോന്നിയതൊന്നുമല്ല. ബില്ല് കുറച്ചല്ലോ. സീതയെ വച്ചുണ്ടാക്കി. അത് വിശന്നിട്ടായിരിക്കും. ഉച്ച കഴിഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അവർക്ക്. എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാവല്ലേ. അല്ലാ.
നാട്ടിപ്പോറായപ്പോ ഉറക്കം വരുന്നില്ലല്ലേ? കിടന്നുറങ്ങാൻ നോക്കടാ, എന്നിട്ട് പണിയുള്ളതാ. സ്നേഹമുള്ള സരോജത്തിന് ഉറക്കം വായിക്കട്ടെ? വായിക്കണം സാർ, കേക്കട്ടെ. വേണ്ട, അവൻ നിന്ന് ചൂടുന്ന കണ്ടില്ലേ? വി ടി സതീശൻ, കുമാരി ധന്യ, കെ വി ഗംഗാധരൻ നായർ, തോമസ് കുട്ടി, ശ്രീദേവി, ഹംസക്കോയ, പി ടി തങ്കച്ചൻ, സത്യഭാമ, കുഞ്ഞിക്കണ്ണൻ, ജാനകിയമ്മ, റഷീദ് വി പി. ഇന്നുമില്ലല്ലോ സരോജിനി. നീ ഇങ്ങനെ എന്നും വന്ന് കാത്തു നിൽക്കണ്ട. കത്ത് വന്നാൽ ഞാനത് കൊണ്ടു തരും. അവന്മാതി രണ്ടും കൂടെ ഉണ്ട്. സരോജിനി, കത്തുണ്ട്. സ്നേഹമുള്ള സരോജത്തിന് എന്റെ ശിക്ഷയുടെ സമയം കഴിയാറായി. 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു പോകാനുള്ള ഓർഡർ വരുമെന്ന് സൂപ്രണ്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സരോജം അടുത്ത ഞായറാഴ്ച വരണം. വരുമ്പോൾ നമ്മുടെ മോളെയും കൊണ്ടുവരണം. അവളോട് പറയണം ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ചാണെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് മാലയിടാം. നാട്ടിലെത്തിയാൽ തടസ്സം പറയാനും എതിർക്കാനും പലരും ഉണ്ടാവും. അതുകൊണ്ട് ചടങ്ങ് ഇവിടെ വെച്ച് നടത്താം. ഇനിയെല്ലാം നേരിൽ. മോളെ കൂട്ടാൻ ഉപേക്ഷ വിചാരിക്കരുത്. സ്വന്തം പണിയേറ്റ്. കൊല്ലേ? ഏയ്, നിന്നെ വളർത്തു. എന്താണ്? എന്ത് പറ്റി? കരയാതെ കാര്യം പറ. എന്താണോ? അസുഖം വല്ലതും ഉണ്ടോ? മിണ്ടണില്ലല്ലോ. സംസാരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോവാ.
പരോള് കഴിഞ്ഞ് വന്നപ്പോ നീ ഒന്ന് ഉടഞ്ഞല്ലോടാ. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞിട്ട് നിർത്താനല്ലേ പറഞ്ഞത്? രക്ഷിക്കണം സാറേ, അവളെ രക്ഷിക്കണം സാറേ. എന്താടോ, എന്താ സംഭവിച്ചത്? സാർ ഒരു കാരണമില്ല സാർ. പെട്ടെന്ന് തന്നെ അച്ചാരം മുച്ചവരെ അടിച്ചു. ഇയാൾക്ക് ഭ്രാന്താണ് സാർ. നിനക്കാണോ ഭ്രാന്ത്? നിന്നെ കൊല്ലണം. നീ ഇതെന്താ സാറേ, ആ പെൺകുട്ടി ഇത്ര ഇല്ലാത്തന്റെ മോളെ കടിച്ചു കയറി ചെന്നിട്ട് ചെന്നായി നായിന്റെ മോൻ പാവന്റെ കുട്ടി കത്തിച്ചാമ്പലാവണതിന് മുമ്പ് അവളെ രക്ഷിക്കണം സാറേ. കുട്ടിയോ? ഏത് കുട്ടി? അറിയില്ലല്ലടാ, ഒരു മാൻകുട്ടിനെ പോലെ കടിച്ചു കയറി തന്നിട്ടു. നീ ഏത് കുട്ടിയുടെ കാര്യം പറയുന്നത്? നമ്മുടെ അപ്പുറത്ത് കണ്ണില്ലാത്ത ആളൊരു കുട്ടിയില്ലേ, ഒരു സുന്ദരി കുട്ടി, മീനു. എന്നിട്ട് ആ കുന്നിനെ തീയിട്ടു. എവിടെ? ഏത് കുന്ന്? ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഫോട്ടോ കണ്ടോ? നോക്ക്. പാവം, അയാള് കരയ. ഒരു കരച്ചിൽ കേൾക്കണില്ലേ സാർ? നോക്ക്. എന്താ സാറേ ഒന്നും മിണ്ടാത്ത? ഇപ്പൊ കത്തിത്തീരും, രക്ഷിക്കണം സാറേ. സാർ നോക്ക്, ശരിക്കും കാണണമെങ്കിൽ എന്റെ ഐലൻസ് വെച്ചു. എവിടെയാ അത്? അതെവിടെയാ വീണു പോയല്ലോ. അതെവിടെയാ പോയി? എന്താ ലെൻസ് എടുത്തിട്ട് വരാൻ പറയും സാറേ. എന്താ എല്ലാരും മേടിച്ചു നിൽക്കണേ? പോയി ലെൻസ് എടുത്തിട്ട് വാ, എന്നിട്ട് കാണാ രസമുള്ള കാഴ്ച. എല്ലാരും കാണുക. കാര്യങ്ങൾ കേട്ടോ സാർ? കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഇനി കാണണം. നോക്ക്, ഐലൻഡ്സിലേയും കുറേശ്ശെ കാണാം. നോക്ക് സാറേ. നമുക്കാദ്യം ഐലൻഡ്സ് എവിടെ പോയെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ഒന്ന് നോക്കാം. എന്താ? ശരിയാ, ഐലൻഡ്സ് വേണം. അതുണ്ടെങ്കിലേ ശരിയാവും. എല്ലാരും തരേ, ഇന്നലെ കിട്ടൂ. എവിടെയാ പോയത്? ഐലൻഡ്സ് എവിടെയാ പോയത്? ഐലൻഡ്സ് കണ്ടോ? ഐലൻഡ്സ് കണ്ടോ? മിനിയമ്മേ, ഇനി എന്റെ കുട്ടിയുടെ പേടി മാറിയില്ലേ? ഇനി അമ്മാവന്മാർക്കോ പോലീസിനോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ഇപ്പൊ നമ്മുടെ കൂടെ വരില്ലേ? അച്ഛന്റെ കൂടെ മോള് പോയാ ആർക്കാ തടയാൻ പറ്റാ? വാ. ഒരുതരം സ്കീസോഫ്രീനിയ തന്നെയാ. സാധാരണ വിഷ്വൽ ഹാലൂസിനേഷൻസ് റയർ. ഇയാൾക്കിത് വളരെ നേരത്തെ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ കേസിലൊന്നും പരിഗണിച്ചിരുന്നില്ല അല്ലേ? ഇല്ല. വിദ്യാധരൻ നായർ, വീട്ടിൽ പോണ്ടേ? കൊണ്ടുപോകാൻ ആരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ.
നമ്മുടെ മോള്. അച്ഛാ, മനസ്സിലായില്ലേ? ശ്രീകുട്ടി എന്നോട് മോളെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട് ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാ?